വണ്ടി ഇറങ്ങിയിട്ട് 1 മാസമായി ഗീസ്. ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇതിപ്പം ആലുവയിലാണ് നമ്മുടെ ക്യാബിൻ്റെ ടോപ്പ് പണിയാനായിട്ട് കൊണ്ടിട്ട് ഇവിടെ ഇപ്പം ഒരാഴ്ച മണ്ടയിലായി. വണ്ടി മഴയത്തും വെയിലത്തും നിന്ന് വണ്ടിയിലെല്ലാം തുരുമ്പൊക്കെ പിടിക്കാൻ തുടങ്ങി. നമ്മൾ പ്രൈമർ മാത്രം അടിച്ചാലേ ഉള്ളൂ, അതുകൊണ്ട് തുരുമ്പുകളൊക്കെ പിടിക്കാൻ തുടങ്ങി. ഈ ഡിസൈൻ നമ്മൾ ചെയ്ത ഡിസൈനാണ്. അവരുടെ ഡിസൈനൊന്നും വലിയ മെച്ചമില്ലായിരുന്നു. ഇതിപ്പം ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റുകൾ, പാർക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റുകളെല്ലാം വരും. അതാകുമ്പോൾ എവിടെയെങ്കിലും തട്ടിയാലും ലൈറ്റുകളൊന്നും പൊട്ടുകയില്ല. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മുടെ ഡിസൈനാണ്. ഇവിടെ ഈ ഗ്യാപ്പ് വന്നിരിക്കുന്നത് കിച്ചൺ ബോക്സ് വരാനുള്ളതാണ്. ഈ ഒരു ലെവലിൽ കിച്ചൺ ബോക്സ് വരും, അതിനാണ് അവിടെ ഇട്ടേക്കുന്നത്. കിച്ചൺ ബോക്സ് വരുമ്പോൾ അവിടുത്തെ ഗ്യാപ്പ് മാറും. കുറേ പരിപാടികൾ പ്ലാൻ ചെയ്ത് വച്ചിരുന്നതാണ്, പക്ഷേ എല്ലാം കൂടെ നടക്കില്ലെന്നാണ് തോന്നുന്നത്. ഇവിടുത്തെ ആ ഫ്രെയിം കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫ്രണ്ടിലെ ഫ്രെയിം കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവാം. വണ്ടി എടുത്തുകൊണ്ട് പോയി പെയിൻറ്റ് ചെയ്യാനായിട്ട് കൊടുക്കാമായിരുന്നു. അതുപോലെ കുറേ പരിപാടികൾ പ്ലാനൊക്കെ ചെയ്തതാണ്, പക്ഷേ അതെല്ലാം നടക്കുമെന്ന് തോന്നുന്നില്ല. പണിത് വരുമ്പോൾ അടിപൊളിയായിരിക്കും. നല്ല നമ്മുടെ ആക്ടേഴ്സ് പോലെ നല്ല ഷേപ്പായിരിക്കും കാണാൻ. ഷേപ്പുണ്ടോ? ഷേപ്പിന് ഭയങ്കര ഷേപ്പാണ്. അത് നമ്മളുള്ളതേ പെയിൻറ്റിങ് നടക്കുന്ന അവിടെയാണ്. പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ പ്രൈമർ അടിച്ചു, 2 കോട്ട് പ്രൈമർ അടിച്ചു. അടിയിലൊക്കെ അണ്ടർ കോട്ടിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അണ്ടർ കോട്ട് അടിക്കുകയാണ്. നമ്മളിപ്പം നമ്മുടെ ക്യാബിൻ്റെ കാനോപ്പി ഉണ്ടല്ലോ, ക്യാബിൻ്റെ ടോപ്പ്, അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇത്രയും വരെയായി. ഏകദേശം ഒരു 2-3 ദിവസത്തിനുള്ളിൽ തീരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഫ്രണ്ട് വശമെല്ലാം മറയാനുള്ളതാണ്, മേള് വശം ടോപ്പ് മറയാനുള്ളതാണ്. ഞാൻ മറച്ചെടുക്കണം. പെയിൻ്റ് അടിച്ച് കുട്ടിയൊക്കെ ഇട്ട് പെയിൻ്റ് അടിച്ചൊക്കെ വരുമ്പോൾ നല്ല പൊളി ലുക്കാവും. നമ്മുടെ സാധനങ്ങളെല്ലാം അഴിച്ച് വെച്ച് വണ്ടി ഇപ്പോൾ ക്യാബിൻ പ്രൈമർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പെട്ടിക്ക് പ്രൈമർ അടിച്ചായിരുന്നു. ക്യാബിന് ഇപ്പോൾ പ്രൈമർ അടിച്ചുകൊണ്ടിരിക്കുക. ഫസ്റ്റ് കോട്ട് അടിക്കുക. ക്യാബിൻ്റെ ഇപ്പുറത്തെ സൈഡ് സെക്കൻഡ് കോട്ട് അടിക്കുകയാണ്. ക്യാബിൻ്റെ മേളെല്ലാം അടിക്കുകയാണ്. ഇപ്പം പ്രൈമറും ഫുള്ളായിട്ട് അടിക്കുകയാണ്. നമ്മുടെ വണ്ടി ഇത്രയും ദിവസം വെറുതെ കിടക്കുമായിരുന്നു. ഇപ്പോൾ പുതിയ പെയിൻറ്റിങ് ബൂത്താണ്, അവരിപ്പോൾ ഓപ്പൺ ആക്കിയതേ ഉള്ളൂ. ആ ബൂത്തിലിപ്പോൾ കയറ്റിയേക്കുവാണ്. ഇനിയിപ്പോൾ ഈ പ്രൈമറെല്ലാം പേപ്പറിട്ട് പിടിച്ച് മിനുസോ എടുത്തിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യും. അതിനുവേണ്ടി ഇപ്പം ബൂത്തിൽ
വണ്ടി കയറ്റി കിട്ടും. ഇതാണ് ബൂത്ത്. സാധനമെല്ലാം ഇവിടെ അഴിച്ചു വെച്ചാൽ ഇതെല്ലാം ഇനി പേപ്പർ പിടിച്ച് പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ച് അതിൻ്റെ പുറത്ത് പ്രൈമർ അടിച്ചിട്ട് വേണം ഇതെല്ലാം പെയിൻ്റ് അടിച്ച് വണ്ടിയെ ഫിറ്റ് ചെയ്യാൻ. തിരിച്ച് ഫൈബർ പാർട്സിലെല്ലാം ഇപ്പം പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഫൈബർ പാർട്സുകളിലെല്ലാം പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചതിന് ശേഷം നമ്മൾ അല്ലാത്തൊരു സർഫേസ് പ്രൈമറുണ്ട്, അപ്പോൾ അതടിച്ചുകൊണ്ടിരിക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പാർട്സുകളിൽ നമ്മൾ നേരിട്ട് പെയിൻറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഇളകിപ്പോവും. അപ്പോൾ അങ്ങനെ ഇളകിപ്പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ വണ്ടി പെയിൻറ്റ് ചെയ്ത് 2 കോട്ട് ക്ലിയറും അടിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫിനിഷിങ്ങാണിത്. ഇപ്പോൾ ഇത് ഫോണിലായതുകൊണ്ടാണ് ഇങ്ങനെ വെളിയിലോട്ടിറങ്ങിക്കുമ്പോൾ നല്ലൊരു ഇതായിരിക്കും, നല്ലൊരു ഗ്ലേസിങ് ആയിരിക്കും. ഇപ്പം തന്നെ കണ്ടില്ലേ എൻ്റെ പ്രതിബിംബം അതിനകത്ത് കാണാം. എന്താ അടിപൊളിയായിട്ട് നല്ല. ഇപ്പോൾ ഇരുട്ടത്ത് ഒരു ഉള്ളിലായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് വണ്ടി. വെളിയിലോട്ടിറങ്ങി കഴിയുമ്പം കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിരിക്കും. നമ്മുടെ ക്യാബിനിൽ പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് കോട്ട് അടിക്കുകയാണ്. നമ്മുടെ ക്ലിയർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് കോട്ട് അടിച്ചുകൊണ്ടിരിക്കുക. ക്ലിയർ അവിടെ ഈ വെയിലടിക്കുന്നതുകൊണ്ടേ ഇതൊക്കെ ക്വാളിറ്റി അറിയാൻ പറ്റുകയില്ല. ക്യാബിനൊക്കെ അടിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഇത് കണ്ടോ, എൻ്റെ ഇത് കാണാം, നോക്കി. എൻ്റെ പീസുകളെല്ലാം അടിച്ചു വെച്ചേക്കുവാണ് ഇവിടെ. എല്ലാം മൂടിയിട്ടേക്കുക. ക്ലിയർ അടിക്കുന്നതുകൊണ്ടേ അല്ലെ ക്ലിയറിൽ കയറി അതിൽ പിടിക്കും. പാർട്സുകളെല്ലാം അടിച്ചു കഴിഞ്ഞു. ഈ വണ്ടിയിലോട്ട് ഫിറ്റ് ചെയ്യണം എല്ലാം. വണ്ടിയുടെ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ വെളിയിറക്കി ഇട്ടേക്കുവാണ്. കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ പോളിഷും കൂടെയൊക്കെ ചെയ്താലേ ഉള്ളൂ കുറച്ചുകൂടെയൊക്കെ നല്ല തിളക്കം കിട്ടത്തുള്ളൂ. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നല്ല ഒരു ഗുമ്മുണ്ട്. കുഴപ്പമില്ല. വീൽ കപ്പൊക്കെ ഇട്ടു. നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. ഇതാ ക്യാനോപ്പിയെല്ലാം പിടിപ്പിച്ചു. വെളിയിൽ വന്ന് കാറ്റടിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. കേരണ്ട് കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? അങ്ങനെയുണ്ട്, പൊളിയല്ലേ? ഇപ്പോൾ അല്ലറ ലൈറ്റ് വർക്കുകളും കൂടെ ചെയ്ത് തീർക്കാറുണ്ട്.